നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. തിരുനാമധേയത്തിൽ ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ശബരിമലയിൽ യേശുദാസൻ ഇപ്പോഴും. നരേന്ദ്രമോദി ഇന്ത്യയിൽ ഗാന്ധിനിന്ദ നടത്തുകയും വിദേശത്തെത്തിയാൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ദിവ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനാചരണം നടത്തി. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കാർണിവൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും 99,000-ന് മുകളിൽ. അങ്കമാലിയിലെ പൗരപ്രമുഖർ ചേർന്ന് 26 ദീപം കൊളുത്തി പുതുവർഷത്തെ വരവേറ്റു. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി. ൽ തുലാവർഷ മഴയിൽ 21% കുറവെന്ന് കണക്കുകൾ. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യചൈതന്യയതി അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശത്തെയാണ് ഇന്നും ശിവഗിരി മഠം പിന്തുടരുന്നത്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടിയെന്ന വാർത്ത പരാമർശിച്ചായിരുന്നു ശിവഗിരി മഠാധിപതിയുടെ പരാമർശം. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് സ്വാമി സച്ചിദാനന്ദ നിലപാട് വ്യക്തമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ യേശുദാസന് പ്രവേശനമില്ല, അദ്ദേഹം ഹിന്ദുവല്ല എന്നാണ് പറയുന്നത്. യേശുദാസിനേക്കാൾ നല്ല ഹിന്ദു ആരാണുള്ളത് എന്ന് സ്വാമി സച്ചിദാനന്ദ ചോദിച്ചു. ഇന്നും തുടരുന്ന മാമൂലുകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തു നിന്നും ഇല്ലാതാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ ഭക്തർ പ്രവർത്തിക്കണം. ഗുരുവിന്റെ ദർശനങ്ങൾക്ക് കാലിക പ്രസക്തിയുണ്ട്. കേരളത്തിൽ ഇന്നും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടരുകയാണ്. ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്നും കാല് കഴുകിയപ്പോൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി. ഇത്തരം പ്രവണതകൾ ഇല്ലാതാകേണ്ടതുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്ന് കാല് കഴുകിയപ്പോൾ അവരുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ, അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ശിവഗിരി മഠത്തെ സംബന്ധിച്ച്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യചൈതന്യയതി അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ്. മാമൂലുകളെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് ദൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ
ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ശബരിമലയിൽ യേശുദാസിന് ഇപ്പോഴും പ്രവേശനമില്ല. യേശുദാസ് ഹിന്ദു അല്ല അത്രേ. വാസ്തവത്തിൽ യേശുദാസിനേക്കാൾ നല്ല വേറെ ഏത് ഹിന്ദു ഉണ്ട്? നരേന്ദ്രമോദി ഇന്ത്യയിൽ ഗാന്ധിനീതി നടത്തുകയും വിദേശത്തെത്തിയാൽ പ്രശംസിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി. രാഷ്ട്രീയ ജനതാദൾ നിയോജകമണ്ഡലം കമ്മിറ്റി മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിലും ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കത്തിനെതിരെ ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഗാന്ധിജിയുടെ സംഭാവനയാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ഭാരത ജനത ആലസ്യം വിട്ട് ഉണരണം. തിന്മകൾ ചെയ്യുന്ന സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച് ജയിലുകൾ നിറയ്ക്കുന്ന ഗാന്ധിയൻ സമര രീതികൾക്കുള്ള സമയമായി. അധികാരത്തിന്റെ പുറകെ പോകുന്ന രാഷ്ട്രീയ അടിമകളെ പുറത്താക്കി വിദ്യാസമ്പന്നരായ യുവാക്കൾ രാഷ്ട്രീയ നേതൃനിരയിൽ വരാത്തിടത്തോളം കാലം അരാജകത്വ വർഗീയവാദികൾ കളം നിറഞ്ഞ് ആടിക്കൊണ്ടേയിരിക്കും. നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് വി ഐനിക്കൽ, NC ബോബൻ, ഹസീന നിഷാബ്, ജനത പൗലോസ്, TD സാബു, തോമസ്, ജോസ് പയനാടത്ത്, EL കൊച്ചപ്പൻ, PK കുട്ടൻ, ജോഷി മംഗലശ്ശേരി, ലില്ലി കാച്ചപ്പള്ളി, KL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയായിരുന്നു മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതി. അതിനെ ഈ കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് രണ്ട് രീതിയിൽ വെട്ടിമുറിച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിൽ നാമത്തിൽ ഈ രാജ്യത്ത് അറിയപ്പെട്ടിരുന്ന മഹത്തായ ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ പേരെടുത്ത് മാറ്റി വെച്ചിരിക്കുക. നമുക്കറിയാം, മഹാത്മാവ് എന്ന് പ്രിയപ്പെട്ട ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറായിരുന്നു. ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം ഉൾപ്പെടെയുള്ള ഒരുപാട് സൃഷ്ടികൾക്ക് നേതൃത്വം നൽകിയ നോബൽ സമ്മാന ജേതാവായ ഈ രാജ്യവും ലോകവും അംഗീകരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനാചരണം നടത്തി. ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻവശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ച മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് മെഡിസെപ്പ് പദ്ധതി പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സബ് ട്രഷറിക്ക് മുൻവശം ധർണ നടത്തി. ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ച മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ഡോക്ടർ ജോസ് കുര്യൻ കാട്ടുകാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് D മാളിയക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലൂയിസ് മേലെപ്പുറം, മണ്ഡലം ഭാരവാഹികളായ MK കൃഷ്ണൻ, KT ദേവസി, PC പൗലോസ്, MA രാമകൃഷ്ണൻ, ലില്ലി ദേവസി, നിയോജകമണ്ഡലം സെക്രട്ടറി VK ഉദയൻ, ട്രഷറർ മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഈ പെൻഷൻകാര് എന്തിനു വേണ്ടി ഈ ട്രഷറിയുടെ മുമ്പിൽ അണിനിരന്നിരിക്കുന്നു എന്ന് പലർക്കും ചിന്തിക്കാം. നമ്മള് പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യം സർക്കാർ 3 വർഷം മുമ്പ് നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്നായിരുന്നു. 3 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2ാം ഘട്ടം പുതിയ പദ്ധതി ഗവൺമെന്റ് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓർഡർ വന്നു, പക്ഷേ അത് പിൻവലിച്ച് 1 മാസം കൂടി നീട്ടിവെച്ചിരിക്കുന്നു. എന്താണ് ഈ മെഡിസെപ്പ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കേരളത്തിലെ എല്ലാ ജീവനക്കാർക്കും, പെൻഷൻകാർക്കും, കുടുംബ പെൻഷൻകാർക്കുമൊക്കെ ചികിത്സ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കാർണിവൽ സംഘടിപ്പിച്ചു. കൊച്ചി രാജാക്കന്മാരുടെ വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന പാലസ് റോഡിലൂടെ രാജാധിരാജൻ യേശു ക്രിസ്തുവിന്റെ ജനനം അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ കാർണിവൽ അവിസ്മരണീയമായി. സമാധാനത്തിന്റെ, സഹോദര്യത്തിന്റെ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് നടത്തിയ കരോളിൽ ആബാലവൃന്ദം ജനങ്ങൾ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷൻ മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള 175ഓളം ഭവനങ്ങളിൽ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ കല്ലൻ ക്രിസ്മസ് സന്ദേശം നൽകി. ഭാരവാഹികളായ റാഫി ദേവസി, P ശശിധരൻ, PB പ്രഭ, രമണി നന്ദകുമാരവർമ്മ, മീര ജഗദീഷ്, കൺവീനർ ടോണി MD, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും 99,000-ന് മുകളിൽ. ബുധനാഴ്ച 3 തവണകളായി 960 രൂപ കുറഞ്ഞ് 99,000-ൽ താഴെ എത്തിയ സ്വർണ്ണവില വ്യാഴാഴ്ച പവന് 120 രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും 99,000-ന് മുകളിൽ എത്തിയത്. 99,040 രൂപയാണ് സ്വർണ്ണവില. ഗ്രാമിന് 15 രൂപയാണ് വർദ്ധിച്ചത്. 12,380 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 2,240 രൂപ കുറഞ്ഞതോടെയാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില 1,00,000-ൽ താഴെ എത്തിയത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1,00,000 കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. ശനിയാഴ്ച 1,04,440 രൂപയായി ഉയർന്ന് സർവകാല റെക്കോർഡിട്ട ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പുതുവർഷത്തെ വരവേറ്റ ജനങ്ങൾക്കുമേൽ വിലവർധനയുടെ ഭാരം അടിച്ചേൽപ്പിച്ച് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവാണ് എണ്ണ വിതരണ കമ്പനികൾ വരുത്തിയത്. ഇതോടെ കൊച്ചിയിൽ വില 1,698 രൂപയായി. കോഴിക്കോട്ട് 1,719 രൂപ, തിരുവനന്തപുരത്ത് 1,730 രൂപ എന്നിങ്ങനെയാണ് വില. രാജ്യാന്തര വിപണിയിൽ എണ്ണ വില താരതമ്യേന കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വില വർദ്ധിപ്പിച്ചത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ 19 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ വില 1,691 രൂപയായാണ് വർദ്ധിച്ചത്. 2025 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണിത്. രാജ്യാന്തര എണ്ണവില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് പൊതുമേഖല എണ്ണ വിതരണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. ഹോട്ടലുകൾ, തട്ടുകടകൾ, LPG ഇന്ധനമായി ഉപയോഗിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ വില വർധന. ഹോട്ടലുകളും തട്ടുകടകളും മറ്റും ഭക്ഷണ വിഭവങ്ങളുടെ വില ഉയർത്താൻ ഇത് ഇടയാക്കിയേക്കും. തുടർച്ചയായി 2 മാസം വില കുറച്ച ശേഷമാണ് എണ്ണ കമ്പനികൾ ഇന്ന് വാണിജ്യ LPG സിലിണ്ടർ വില ഉയർത്തിയത്. നവംബർ 1-ന് 5 രൂപയും ഡിസംബർ 1-ന് 10 രൂപയും കുറച്ചിരുന്നു. 2025 തുലാവർഷ മഴയിൽ 21% കുറവെന്ന് കണക്കുകൾ. 591.9 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് 388.3 മില്ലിമീറ്റർ മഴ മാത്രമാണ്. കാലവർഷക്കണക്കിലും ഇത്തവണ 13% മഴ കുറവുണ്ടായിരുന്നു. തുലാവർഷത്തെ ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയത്താണ്. 550 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മഴയിൽ 4% മാത്രമാണ് കുറവുണ്ടായത്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലുമാണ്. 252 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മഴ കുറവ് 22%. എല്ലാ ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കുറവ് മഴയാണ് ഇത്തവണ ലഭിച്ചത്. ഇത്തവണ ഒക്ടോബറിലും 10% കുറവ്, നവംബറിലും 42% കുറവ്, ഡിസംബറിൽ 28% കുറവ് എന്നിങ്ങനെയാണ് തുലാമഴ ലഭിച്ചത്. 2024 തുലാവർഷം മഴയിൽ 1% മാത്രമാണ് കുറവുണ്ടായിരുന്നത്. 487.2 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ നീളുന്നതാണ് തുലാവർഷ കലണ്ടർ. കേരളത്തിന് മുകളിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായി തെക്കൻ കേരളത്തിൽ ഈ ആഴ്ച മുതൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ശരാശരി 1 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KSRTCയും കുപ്പിവെള്ള വിൽപ്പനയിലേക്ക്. യാത്രക്കാർക്ക് വിപണി വിലയേക്കാൾ 1 രൂപ കുറവിൽ KSRTC ബസ്സിനുള്ളിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുകയാണ് പദ്ധതി. യാത്രാ ഇടവേളകളിൽ കുപ്പിവെള്ളം വാങ്ങാൻ കടകൾ തേടി യാത്രക്കാർ അലയുന്നത് നിത്യസംഭവമാണ്. ഇത് ഒഴിവാക്കി യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം. കുപ്പിവെള്ളം മൊത്തമായി വിതരണം ചെയ്യാൻ കമ്പനികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും നൽകും. ഉൽപാദകരിൽ നിന്ന് വാങ്ങുന്ന കുപ്പിവെള്ളം KSRTCയുടെ ലേബലിലാണ് വിതരണം ചെയ്യുക. കുപ്പിവെള്ളം സൂക്ഷിക്കാൻ ഡ്രൈവർ ക്യാബിനോട് ചേർന്ന് പ്രത്യേക സംവിധാനം ഒരുക്കും. ഡ്രൈവർ ഉപയോഗിക്കുന്ന കുപ്പിവെള്ളം സൂക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അങ്കമാലിയിലെ പൗരപ്രമുഖർ ചേർന്ന് 26 ദീപം കൊളുത്തി പുതുവർഷത്തെ വരവേറ്റു. അങ്കമാലി ജീവധാര ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുൻ MLA PJ ജോയ് പുതുവർഷ പൗരസംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി മേഖലാ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര അധ്യക്ഷത വഹിച്ചു. അങ്കമാലി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസാരഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരായ റീത്ത പോൾ, കൊച്ചി ത്രേസ്യ തങ്കച്ചൻ, ആശാ രഘുനാഥ്, ബാബു സാനി, പൗളി ബേബി,
റെജി വർഗീസ്, ഉപാധ്യക്ഷരായ വിൽസൺ മുണ്ടാടൻ, പി ജോയ്, മാജി ബാബു, പി വി സ്റ്റീഫൻ, എം ജി ശിവാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ ജിൻഡോ ജോൺ, ഷൈജോ പറമ്പി, അഹല്യ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് കെ എസ് ഷാജി, ബിജു പൂപ്പത്ത്, ജിബി വർഗീസ്, പീറ്റർ സെബാസ്റ്റ്യൻ, ബി യു ഡേവിസ്, സി എ ജോർജ് കുര്യൻ പാറയ്ക്കൽ, സെബി വർഗീസ് മാണിക്കത്താൻ, പുരുഷോത്തമൻ എം കെ, മുളരിക്കൽ ഇബ്രാഹിം മൗലവി, സാജു ചാക്കോ, സജീവ് അരീക്കൽ, ജോയി പോൾ, വികസന സമിതി ഭാരവാഹികളായ സെബാസ്റ്റ്യൻ ചെന്നേക്കാടൻ, സാൻജോ ജോസഫ്, ജോഷി പാറോക്കാരൻ, രാജു പാറയ്ക്ക, അഡ്വക്കേറ്റ് ജോസ് വി ചക്കിയത്ത്, കെ എ റഹ്മാൻ, ശശി പി, ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ, ഡോക്ടർ പോൾ മുണ്ടാടൻ, വർഗീസ് അങ്കമാലി, കെ പി ബേബി, സാജി ജോസഫ്, സാജു ഏനായി, ലാൽ പോൾ പൈനാടത്ത്, തോമസ് മാളിയക്കൽ, ടി ടി വർഗീസ്, രാജു പനക്കാവ്, ബാബു സാജ്, ജിബിൻ ബേബി, അജിത ജയ്ഷോ, ജയ്പോൾ, കെ പി ഗെയിൻ, ഗോപി എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി. ചാലക്കുടി മണ്ഡലത്തിലെ മലയോര പ്രദേശങ്ങളായ മോതിരക്കണ്ണി, പീലാർമൊഴി, തുമ്പൂർമൊഴി, വെട്ടിക്കുഴി, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ, ചിക്ലായി, ചൂളക്കടവ് എന്നിവിടങ്ങളിലാണ് കാട്ടാന ശല്യം കൂടുതൽ. 3 ആഴ്ച മുമ്പ് പീലാർമൊഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. 2 ദിവസം മുമ്പാണ് വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകൃഷി സംഘത്തിന്റെ കാട്ടാനകൾ കൂട്ടമായി വന്ന് വാഴ, കവുങ്ങ്, തെങ്ങ്, റബ്ബൂട്ടാൻ എന്നിവ നശിപ്പിച്ചത്. സൗരോർജ്ജ വേലിയും മരവും തട്ടിയിട്ട് നശിപ്പിച്ചു. ഈ പ്രദേശങ്ങളിൽ ആനയുണ്ടെന്ന് വനം വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ആനയെ വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വനപാലകർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും 7 കിലോമീറ്റർ ദൂരം കൂടി ബാക്കിയുണ്ട്. 7 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് ജോലികൾ പൂർത്തീകരിക്കുവാൻ 5 മാസം കൂടി കാലാവധിയുണ്ടെന്ന് കരാറുകാരൻ പറയുന്നു. കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊരട്ടിച്ചിറങ്ങര കളരിക്കൽ പരേതനായ കുമാരൻ മകൻ സുരേഷ് നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 കൊരട്ടി പഞ്ചായത്ത് ക്രിമറ്റോറിയത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. തിരുനാമധേയത്തിൽ ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ശബരിമലയിൽ യേശുദാസൻ ഇപ്പോഴും. നരേന്ദ്രമോദി ഇന്ത്യയിൽ ഗാന്ധിനിന്ദ നടത്തുകയും വിദേശത്തെത്തിയാൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ദിവ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനാചരണം നടത്തി. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കാർണിവൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും 99,000-ന് മുകളിൽ. അങ്കമാലിയിലെ പൗരപ്രമുഖർ ചേർന്ന് 26 ദീപം കൊളുത്തി പുതുവർഷത്തെ വരവേറ്റു. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി. ൽ തുലാവർഷ മഴയിൽ 21% കുറവെന്ന് കണക്കുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.